ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളി ദേവരാജഗിരി പ്രദേശത്തെ നാട്ടുകാർ പുലിപ്പേടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെ മധുരമറ്റം ഭാഗത്തും വീണ്ടും പുലിയെ കണ്ടതായാണ് പറയുന്നത്. വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ച് നടന്ന ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ബെന്നി ബെഹന്നാൻ MP ആവശ്യപ്പെട്ടു. ചെങ്ങാലൂർ എടത്തൊട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. വെള്ളികുളങ്ങര, മുപ്ലിയം, മണ്ണമ്പെട്ട, തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PG ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളി ദേവരാജഗിരി പ്രദേശത്തെ നാട്ടുകാർ പുലിപ്പേടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെ മധുരമറ്റം ഭാഗത്തും വീണ്ടും പുലിയെ കണ്ടതായാണ് പറയുന്നത്. വനപാലകരെത്തി 2 സ്ഥലവും പരിശോധിച്ചെങ്കിലും യാതൊരു ലക്ഷണവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ പരിശോധന നടത്തുമെന്നും വനപാലകർ പറഞ്ഞു. പുലിയെ കണ്ട വിവരം വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ എത്തി 2 സ്ഥലവും പരിശോധിച്ചു. എന്നാൽ എവിടെയൊന്നും യാതൊരു ലക്ഷണങ്ങളും കണ്ടെത്തുവാൻ സാധിച്ചില്ല. കൂടുതൽ പരിശോധന നടത്തുമെന്നും വനപാലകർ പറഞ്ഞു. കഴിഞ്ഞ മാസങ്ങളിൽ പീച്ചാമ്പള്ളി കുണ്ടുകനാൽ ബണ്ട് റോഡിന് സമീപത്ത് റബ്ബർ തോട്ടത്തിലും പുഷ്പഗിരി പാലാട്ടിക്കുണ്ട് വഴി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീടിന് സമീപത്തും പുലിയെ കണ്ടെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു. സംഭവങ്ങൾ അറിഞ്ഞ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, പഞ്ചായത്ത് അംഗം സൗമ്യ മോഹൻദാസ് എന്നിവർ സ്ഥലത്തെത്തി വനപാലകർക്കൊപ്പം പരിശോധന നടത്തി. കാട്ടുപൂച്ചയാകാമെന്നാണ് വനപാലകർ പറയുന്നത്. എന്നാൽ ജനങ്ങൾ ആശങ്കയിലാണ്. മീഡിയ ടൈം, ചാലക്കുടി. വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ച് നടന്ന ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ബെന്നി ബെഹന്നാൻ MP ആവശ്യപ്പെട്ടു. മലയോര മേഖലകളിലെ വന്യമൃഗ ആക്രമണങ്ങളിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLA-യുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മേലിൽ വന്യമൃഗ ആക്രമണം ഉണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA-യും ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ, MT ഡേവിസ്, UDF ചെയർമാൻ CG ബാലചന്ദ്രൻ, കൺവീനർ OS ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ MO ജോൺസൺ, KM ജയചന്ദ്രൻ, ബെന്നി, ജോണി പുല്ലൻ, തോമസ് ഐക്കണ്ണത്ത്, രാജേഷ് മേനോത്ത്, VM ആന്റണി തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. മീഡിയ ടൈം, ചാലക്കുടി. KSEB ഇരിങ്ങാലക്കുട ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ശുദ്ധജല വിതരണം നടത്തുവാൻ സ്ഥാപിച്ച കേരള ജല അതോറിറ്റിയുടെ അതിരപ്പള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇരിങ്ങാലക്കുട KSEB നമ്പർ 1 സെക്ഷനിലെത്തി ഉപരോധിച്ചത്. കോടശ്ശേരി, അതിരപ്പള്ളി, പരിയാരം ഗ്രാമപഞ്ചായത്തുകളിൽ ശുദ്ധജല വിതരണം നടത്തുവാൻ സ്ഥാപിച്ച കേരള ജല അതോറിറ്റിയുടെ അതിരപ്പള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഇരിങ്ങാലക്കുട KSEB നമ്പർ 1 സെക്ഷനിലെത്തി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. പ്ലാന്റിലെ വൈദ്യുതി കുടിശ്ശിക 5 മാസത്തിൻ്റെതായി ഏകദേശം 8 ലക്ഷം രൂപയോളം അടയ്ക്കാത്തതിനെ തുടർന്നാണ് കണക്ഷൻ കട്ട് ചെയ്തതെന്നാണ് KSEB അധികൃതർ പറയുന്നത്. എന്നാൽ മറ്റ് പലയിടങ്ങളിലും വൈദ്യുതി ബില്ല് കുടിശ്ശിക ഉണ്ടെങ്കിലും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രം നടപടി കൈക്കൊണ്ടത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് സംശയിക്കുന്നതായി MLA പറഞ്ഞു. ഏറെ നേരത്തെ ഉപരോധത്തിന് ശേഷം അതിരപ്പള്ളി പ്ലാന്റിൽ വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, വൈസ് പ്രസിഡന്റ് ലീന ഡേവിസ്, കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, നഗരസഭാ കൗൺസിലർ VO പൈലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CV ആന്റണി, ഷാൻഡി ജോസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ KM ജയചന്ദ്രൻ, സുനന്ദ നാരായണൻ, സരസ്വതി, കോൺഗ്രസ് നേതാക്കളായ മുരളി ചക്കുത്തറ, ദിലീക് ദിവാകരൻ, റിൻസൻ മണവാളൻ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. ചെങ്ങാലൂർ ഏടത്തുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിലിടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. വെള്ളികുളങ്ങര, മുപ്ലിയം, മണ്ണമ്പെട്ട, തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PG ട്രാവൽസ് ആണ്
അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 7ഓടെയായിരുന്നു അപകടം. ഡ്രൈവർ ഇഞ്ചക്കുണ്ട് സ്വദേശി പെരുമലക്കുന്നേൽ ഡാനിക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതുക്കാട് ഭാഗത്തേക്ക് പോയിരുന്ന ബസ് നിയന്ത്രണം വിട്ട് എതിർവശത്തുള്ള കാനയിലൂടെ കയറിയിറങ്ങിയ ശേഷം വീട്ടുമതിലിൽ ഇടിക്കുകയായിരുന്നു. കുറിച്ചിപ്പറമ്പിൽ ഡേവിസിന്റെ മതിലാണ് തകർന്നത്. അപകടത്തിൽ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ചു വീണാണ് പരിക്കേറ്റത്. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബസിന്റെ മുൻചക്രം വേർപെട്ട നിലയിലാണ്. മീഡിയ ടൈം, തൃശൂർ. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലെ നിർധനരും നിരാലംബരുമായി അലഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടം കുടുംബങ്ങൾക്കായി സ്നേഹഭവനം ഒരുങ്ങുന്നു. E.T. ടൈസൺ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വിനിയോഗിച്ചാണ് സ്നേഹഭവനം നിർമ്മിക്കുന്നത്. സ്വന്തമായ മേൽവിലാസമോ വീട് ഒന്നുമില്ലാതെ പൂർണ്ണമായും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗം ആളുകളെ MLAയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംയുക്തമായാണ് സംരക്ഷിക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് ഈ കുടുംബങ്ങളെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യഘട്ടം പൈനൂർ വീട് എന്ന അഡ്രസ്സിൽ ആധാർ കാർഡ് എടുത്തു നൽകി. തുടർന്ന് ബാങ്ക് അക്കൗണ്ട്, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾ നേടിക്കൊടുത്തു. സ്നേഹഭവനം പദ്ധതി പൂർത്തിയാകുന്നതോടെ ഏറ്റെടുത്ത ഏറ്റവും ശ്രമകരമായ ദൗത്യം പൂർത്തിയാകുമെന്ന് ചടങ്ങിൽ E.T. ടൈസൺ MLA പറഞ്ഞു. 2 നിലയിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ 1ാം നിലയിൽ 2 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 109.30 ചതുരശ്ര മീറ്റർ വിസ്തീർണമാണ് ഈ കെട്ടിടത്തിനുള്ളത്. ഇതിൽ ഓരോ കുടുംബത്തിനും 2 ബെഡ്റൂമുകൾ, ഹാൾ, കിച്ചൺ, ടോയ്ലറ്റ്, യൂട്ടിലിറ്റി ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പൊതുവായ സ്റ്റെയർ, റാമ്പ് എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 11 മാസമാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന കാലാവധി. രാവിലെ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. എടത്തുരുത്തി പറയൻകടവ് ചാലശ്ശേരി റോഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ഗിരിജ മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ NV ആന്റണി, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PR നിഖിൽ, MS നിഖിൽ, വാർഡ് മെമ്പർ VV ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൗമി പ്രസാദ്, MK ഫൽഗുണൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VK ജ്യോതിപ്രകാശ്, എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CM സുഹാസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നടന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. നയിക്കുന്ന ഈ സംസ്ഥാന സർക്കാർ ആരെയും തിരുവാധാരമാക്കുകയില്ല. തിരുവാധാരമാക്കപ്പെട്ടവരെ രക്ഷിക്കാനുള്ള രക്ഷാമാർഗം താമസമായി കൊണ്ടിരിക്കുന്ന സർക്കാരാണ് നമ്മുടെ സർക്കാർ. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങളിൽ ലളിതവൽക്കരിക്കുവാനും ശാസ്ത്രീയ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമാക്കാനും ശ്രമങ്ങൾ നടത്തിയാൽ അതുമൂലം തൊഴിൽരഹിതരായി ഞങ്ങൾക്ക് മാറേണ്ടി വരും എന്ന ആശങ്ക ഈ മേഖലയുമായി പ്രവർത്തിക്കുന്നവർക്കുണ്ടെങ്കിൽ അത് ആശങ്ക മാത്രമാണ്. അങ്ങനെ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായി ആരെയും തൊഴിൽരഹിതരാക്കി കണ്ണീര് കുടിപ്പിക്കാനും കഷ്ടപ്പെടുത്താനും ഞങ്ങളില്ല, സംസ്ഥാന സർക്കാരില്ല എന്ന് അവരെ വിനീതമായി അറിയിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടങ്ങൾ പുതുക്കി പറയാൻ പദ്ധതി. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ, അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ്, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, അന്നമനട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം OC രവി, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ TK സതീശൻ, വാർഡ് മെമ്പർ KK രവി, നമ്പൂതിരി ശ്യാമള അയ്യപ്പൻ, PK തിലകൻ എന്നിവർ സംസാരിച്ചു.
VR സുനിൽകുമാർ MLAയുടെ 1 കോടി രൂപ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് അന്നമനട സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വൈപ്പിൻ ബ്ലോക്ക് സമ്മേളനം നടന്നു. ഡോക്ടർ AA മുഹമ്മദ് ഹാത്ത ഉദ്ഘാടനം നിർവഹിച്ചു. KA രാഘവൻ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് BV ജോസഫ്, ജില്ലാ കമ്മിറ്റി അംഗം PA വർഗീസ്, ജില്ലാ കമ്മിറ്റി അംഗം MV അനിത, AC ഗോപി, KA അമ്മിണി, CP നായർ, ബ്ലോക്ക് സെക്രട്ടറി N അമ്മിണി ദാമോദരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാഷിം ഖാൻ വരണാധികാരിയായി പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടന്നു. മതിലകം സെന്റ് ജോസഫ്, HSS മതിലകം, OLF GHS, HSS പനങ്ങാട്, MES HSS തീവമ്പല്ലൂർ, GMHSS ചാമക്കാല എന്നീ സ്കൂളുകളിലെ SPC പാസിംഗ് ഔട്ട് പരേഡാണ് സംയുക്തമായി നടത്തപ്പെട്ടത്. കയ്പമംഗലം SHO M ഷാജഹാൻ കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. മുഖ്യാതിഥി മതിലകം SHO K നൌഫൽ മികവ് പുലർത്തിയവർക്ക് സമ്മാനദാനം നടത്തി. പരേഡിൽ മികച്ച പാറ്റ്യൂണുകളായി HSS പനങ്ങാട് ബോയ്സ് പാറ്റ്യൂണും മതിലകം സെന്റ് ജോസഫ് ഗേൾസ് പാറ്റ്യൂണും തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, PTA പ്രസിഡന്റുമാർ, മാനേജർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ CDS 2വിന്റെ ജനകീയ ഹോട്ടൽ ഊട്ടുപുര മേത്തലയിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഊട്ടുപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ് അധ്യക്ഷത വഹിച്ചു. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, ON ജയദേവൻ, ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, ദീപ, ശാരിക അശോക്, ഷീല, വാർഡ് കൗൺസിലർമാരായ ബീന ശിവദാസൻ, അലീമ റഷീദ്, ജ്യോതിലക്ഷ്മി, CDS ചെയർപേഴ്സൺ CG ശാലിനി ദേവി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് കൊടുങ്ങല്ലൂർ മേഖലയിൽ പര്യടനം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭ, എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥി ഹ്രസ്വ സന്ദർശനം നടത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെ വടക്കേനടയിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ സ്വീകരിച്ചു. തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിലെ വിവിധ ഓഫീസുകളും നഗരത്തിലെ വിവിധ പ്രദേശങ്ങളും C രവീന്ദ്രനാഥ് സന്ദർശിച്ചു. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. എടവിലങ്ങ് റോഡിൽ PV അഹമ്മദ് കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞ പറമ്പിലാണ് ഇന്ന് 3 മണിയോടെ തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തത്തിൽ ഉണങ്ങിയ മരങ്ങളും പുല്ലും കത്തിനശിച്ചു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കൊടകര പോലീസ് ASI ജ്യോതിലക്ഷ്മി എന്നിവർ ചേർന്ന് വൃക്ഷത്തൈ നട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലഭ്യമായ സ്ഥലങ്ങളിൽ സ്വാഭാവിക വനങ്ങളുടെ ചെറുമാതൃക സൃഷ്ടിക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ് വിദ്യാലയത്തിൽ പച്ചത്തുരുത്ത് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. വിദ്യാലയത്തിൽ തയ്യാറാക്കിയ ജൈവവളം ഇതിനായി പ്രയോജനപ്പെടുത്തും. PTA പ്രസിഡന്റ് സന്ദേശ് നാരായൺ, MPTA പ്രസിഡന്റ് മഞ്ജുഷ, സതീഷ്, SMC ചെയർമാൻ AG സതീഷ്, ഹെഡ് മിസ്ട്രസ് MK ഡെയ്നി എന്നിവർ സംസാരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച 82 ഭവനങ്ങളുടെ താക്കോൽ ദാനവും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെ കൊറോണ വന്ന സമയത്തും പ്രളയം വന്ന കാലത്തും നമ്മൾ താങ്ങും തണലായി നമ്മളെ ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഗുണഭോക്താക്കളുണ്ട്. ആദ്യഘട്ടങ്ങളിൽ വിളിച്ചവരുടെ പണി പൂർത്തീകരിച്ചും അവർക്കിടെ ഫണ്ട് നമുക്ക് മുഴുവനായിട്ട് കൊടുത്തുകൊണ്ടും ഭവനരഹിതര്, ഭൂരഹിതര് എന്നിങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഭൂരഹിതരെ ഈ പ്രാവശ്യത്തിൽ വിളിച്ചിട്ടുണ്ടായില്ല. അതിക്ക് മുൻപ് നമ്മൾ വിളിച്ച് അവരുടെ പൈസ കൊടുക്കുകയും അവർ സ്ഥലം വാങ്ങിക്കുകയും അവരതിൽ വീട് നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സഹായം നമുക്കിപ്പോൾ മിക്ക സ്ഥലങ്ങളിലേക്ക് നമുക്ക് അവിടേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, വെളിച്ചെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്, റോഡില്ലാത്ത മേഖലകളിലേക്ക് റോഡ് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ല രീതികളിലേക്ക് നമ്മുടെ ഭരണസമിതിയും ഗവൺമെൻറ്റും കൈപിടിച്ച് ഉയരങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വിദ്യാലയങ്ങളൊക്കെ മികവിൻ്റെ കേന്ദ്രമാക്കുന്നതോടൊപ്പം തന്നെ
വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജയ ബിജു, നബീസത്ത് ജലീൽ, ജിജു മാടപ്പിള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രീജ സലീം, ജോർജ് നെല്ലിശ്ശേരി, അമ്പിളി സജീവ്, നിത ജോഷി, ടി വി യദുകൃഷ്ണൻ, സിന്ധു അശോക്, സെക്രട്ടറി കെ ജെ രാജു തുടങ്ങിയവർ സംസാരിച്ചു. മാള GM LP സ്കൂളിൽ ആട്ടവും പാട്ടും പ്രീ സ്കൂൾ ഫെസ്റ്റിവൽ നടന്നു. സമഗ്ര ശിക്ഷ കേരള പ്രൊജക്ടിന്റെ ഭാഗമായാണ് സർക്കാർ വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ പ്രീ സ്കൂൾ ഫെസ്റ്റിവൽ നടപ്പിലാക്കുന്നത്. വാർഡ് മെമ്പർ സാബു പോൾ എടാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നിതിൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഗ്രേസി MJ, VG ലാജി, BRC പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്തിൽ സുസ്ഥിര ഗ്രാമീണ കാർഷിക വികസന പദ്ധതിക്ക് തുടക്കമായി. ത്രിതല പഞ്ചായത്തുകളും പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം പൊക്ലായ് ബീച്ചിൽ ET ടൈസൺ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TCS രാജു അധ്യക്ഷനായി. സിനിമാ താരങ്ങളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിനു തൃക്കാക്കര എന്നിവർ മുഖ്യാതിഥികളായി. സിൽവികൾച്ചർ വകുപ്പ് ഹെഡ് ഡോക്ടർ സുജന പാൽ, പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CK ഗോപിനാഥൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, 16ാം വാർഡ് മെമ്പർ EK ബിജു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു, CDS ചെയർപേഴ്സൺ ബേബി പ്രഭാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം ബ്ലോക്ക് ആത്മപദ്ധതി പ്രകാരം എടതുരുത്തി കൃഷിഭവന്റെ നേതൃത്വത്തിൽ SC കുടുംബശ്രീ യൂണിറ്റിന് കൃഷി ഉപകരണങ്ങൾ വിതരണം ചെയ്തു. എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിലെ ഉജ്ജ്വല കൃഷിക്കൂട്ടത്തിനാണ് ഉപകരണങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ PC സജന അധ്യക്ഷയായി. വാർഡ് മെമ്പർ PA ഷെമീർ, BTM ഷൈനാസ്, CDS ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, എംപ്ലോയബിലിറ്റി സെന്റർ, മാള കാർമൽ കോളേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നിയുക്തി മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. ചാലക്കുടി MP ബെന്നി ബെഹന്നാൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. എംപ്ലോയ്മെന്റ് ഓഫീസർ NV സമീറ, കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C കൊച്ചുത്രേസ്യ, എംപ്ലോയ്മെന്റ് ഓഫീസർ ഷൈനി അഷ്റഫ്, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെൽ ഡോക്ടർ ജോൺ P എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളി ദേവരാജഗിരി പ്രദേശത്തെ നാട്ടുകാർ പുലിപ്പേടിയിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെ മധുരമറ്റം ഭാഗത്തും വീണ്ടും പുലിയെ കണ്ടതായാണ് പറയുന്നത്. വന്യമൃഗ ആക്രമണങ്ങളെ സംബന്ധിച്ച് നടന്ന ശാസ്ത്രീയമായ പഠനങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ സർക്കാരുകൾ തയ്യാറാകണമെന്ന് ബെന്നി ബെഹന്നാൻ MP ആവശ്യപ്പെട്ടു.
ചെങ്ങാലൂർ എടത്തൊട്ടുപാടത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് മതിലിൽ ഇടിച്ച് ഡ്രൈവർക്ക് പരിക്ക്. വെള്ളികുളങ്ങര, മുപ്ലിയം, മണ്ണമ്പെട്ട, തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന PG ട്രാവൽസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.